രജിസ്ട്രേഷൻ ഉണ്ട്. ആ എൻ്റെ പേരൊക്കെ എഴുതി കഴിഞ്ഞാ? ഷറഫുദ്ദീൻ, കാസർഗോഡ്. സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പല നിലക്കും പല രൂപത്തിലും നമുക്ക് വളരെ ശക്തമായ രൂപത്തിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അടുത്തൊരു വർഷത്തേക്കുള്ള ഒരു ജസാക്കല്ലാഹു ഖൈർ. നിരൂപണം സർപ്പു അന്നോടാകെയല്ല സർപ്പോ. ശരി ഉസ്താദ്. പണ്ടേ വലിയ നിരൂപകര സർപ്പു. ഒരു 80% കുട്ടികളുടെ ദിവസം പോലും ലീവില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഓരോ ലീവിന്റെ വിഷയത്തിൽ പരിഗണിക്കണമെന്ന് രാവിലെ ചർച്ച ചെയ്തു. അപ്പൊ ലീവ് ആവലില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഒന്ന് സ്കൂൾ ടൈമിൽ പോകുന്ന കുട്ടികളാണ്. അപ്പൊ സ്കൂളിനൊരു എന്താ ഇപ്പെന്തായാലും പഠിക്കും, ഇപ്പെന്തായാലും നടക്കും മാത്രം കൊടുക്കും. പിന്നെ വിളിക്കുന്ന സമയത്ത് മാക്സിമം നമ്മളെന്താക്കും, പറഞ്ഞ് മനസ്സിലാക്കും, ചടപ്പിക്കും. അവരെന്നെ പറയണം, എന്നാ വേണ്ട ഉസ്താദെ പറയണം. ആ രൂപത്തിൽ ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് പോയാലുള്ള പ്രശ്നങ്ങളും ഇപ്പൊ എന്നെ വിളിച്ചെന്ന് വെച്ചാൽ ഒരു ആപ്പിളാനൊരു കുട്ടിയുണ്ട്. ഓന്റെ വല്യുപ്പയും വല്യുമ്മയും ഉമ്രക്ക് പോകണം. അപ്പൊ ഓന്റെ രാവിലെ വന്നോ പറഞ്ഞു എനിക്ക് ഓലെ കൂടെ എയർപോർട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു പറ്റൂലായിരുന്നു. മകരി ഓലെ കണ്ടു പോരാണ്. കുട്ടികളെ പഠനത്തിന് ബാധിക്കൂലെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പിന്നെ ഗുണവും ദോഷവും പറഞ്ഞു കൊടുക്കും. ഓലോടെ തന്നെ എന്താക്കും, അങ്ങനെ അഭിപ്രായം പറയിക്കും. അതല്ലേ ശരിയെന്ന് ചോദിക്കും, അതാ ശരിയെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കും. ചർച്ചകളൊക്കെ വൻ സെറ്റപ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ 12 മണിക്ക് തുടങ്ങിയതാണ്, 2:30 മണിയായപ്പോൾ ചർച്ചകളൊക്കെ ഇപ്പോഴും പകുതിയിലാണ്. അപ്പോഴേക്കും ഇവിടെ ചോറ് റെഡിയാകുന്നുണ്ട്. നല്ല കോഴി ബിരിയാണി, മസാലയുണ്ട്, എന്തൊക്കെ വരുന്നുണ്ട്, അച്ചാറ് കച്ചമ്പറൊക്കെ വരുന്നുണ്ട്. ഒരുത്തിനോട് ഇപ്പോഴേ കൈ ചെയ്യുന്നുണ്ട്. ചർച്ച കഴിഞ്ഞിട്ടാ, ചർച്ച കഴിഞ്ഞിട്ട് നീ ഇപ്പോഴേ കൈ ചെയ്യുന്നതിന്. ഇനി നല്ല ബിരിയാണി കിട്ടും. എന്താ വേണം, മാഷാ അല്ലാ മാഷാ അല്ലാ. ഇവിടെ ചർച്ച കംപ്ലീറ്റ് ആക്കിയിട്ട് തൽക്കാലം ചോറിന് വേണ്ടി ഇപ്പം ചർച്ച നിർത്തും. അത് കഴിഞ്ഞ് ഞങ്ങളെ ഉസ്താദ് വരുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് അവിടെ ഉണ്ട്. ഞങ്ങളെ ചർച്ച കഴിഞ്ഞിട്ട് ഉസ്താദ് വിളിക്കാറുണ്ടതാണ്. ഉസ്താദായിട്ട് വീണ്ടും വേറെ ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾക്കുള്ള പോലെ ചർച്ച ചെയ്യാമല്ലോ. ഒന്നിച്ച് പഠിച്ചത് സീനിയർ ജൂനിയേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഫ്രീ ആയിട്ട് നടത്താൻ വേണ്ടി ഉസ്താദ് തൽക്കാലം ഇപ്പോൾ വരണമെന്ന് പറഞ്ഞു. ചോറിലേക്കുള്ള ബ്രേക്കാണ്, ബ്രേക്കിൻ്റെ ടൈമായി. നല്ല റിപ്പോർട്ട് ആക്കി കൊണ്ടുവരാം. പുതിയ പ്ലാൻ അത് നടക്കുന്നില്ല. അതിന് പോകുമ്പോൾ ഞാൻ പറയാം, ഒരു നമ്മൾ മൊത്തം 150 ശിഷ്യന്മാർക്ക് 150 നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 12 ബാച്ചുകളായിട്ട് ഇരിക്കുന്നു. 12 ആളുകളെ ബാച്ചായിരിക്കും, 12-13 ആളുകൾ. ഇപ്പൊ കൊറേ ആള് മിസ്സിംഗ് ആണ് തങ്ങളെ. അവരൊക്കെ നിനക്ക് മുമ്പത്തെ ആൾക്കാരെ അറിയില്ല. ഓരോ ബാച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും കൊണ്ടുവരാണെങ്കിൽ അവർ പരസ്പരം കോൺടാക്ട് ഉള്ളവരുണ്ടാവും. പേഴ്സണലി നമുക്കറിയുന്ന ആൾക്കാർക്ക് ഒന്ന് അയച്ചു കൊടുത്ത് അങ്ങനെ ഓരോരുത്തർ അയച്ചാൽ മതി. സത്യം പറഞ്ഞാല് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വളരെ വിഷമമുണ്ട്. കാരണം നമ്മൾ 1-2-3 ആൾക്കാർ നമ്മൾ ചോദിച്ച സമയത്ത് ചിലർ പറഞ്ഞെന്താരോ, നമ്മക്ക് പേരൊന്നും ആഡ് ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞാൽ ഞാൻ പേരൊന്നും പറയുന്നു. അങ്ങനെ ഉണ്ടാവും. ഇന്നലെ ഒരാളെ വിളിച്ചിട്ട് കുറച്ച് ചീത്താട് പറഞ്ഞേക്കുന്നത്. അപ്പൊ അയാൾ അങ്ങനെയല്ല, നമ്മുടെ ബന്ധങ്ങൾക്കനുസരിച്ച് ചിലരുണ്ടാവില്ലേ.
ചർച്ചകൾ തീരുന്നില്ല. സമയം 2:46. ചോറ് വേണമെങ്കിൽ പ്രസംഗം നിർത്തിട്ട് ചോറ് കഴിച്ചാൽ ഇപ്പൊ ഈ രാവിലെ തീർക്കുന്നുണ്ട്. ഷാദിൽ ഏതായിട്ട് കുറച്ച് ക്യാമറ കൊടുത്താലേ ശരിയാവുള്ളൂ. കുറെ പണിയെടുക്കുന്നില്ല പാവ. ഇറച്ചിയിലെടുത്തു ഷാദുലി, ഇറച്ചിയിലെടുത്തിട്ട് കൊട്ട് മാത്രം വെച്ചാ മസാല ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ വാട്സപ്പായി മാറി. പിന്നെ എന്തൊക്കെയോ വന്ന് അവസാനം വന്നതൊന്നുണ്ട്. കുറേ അങ്ങനെ പെട്ടെന്ന് ഹലോ ഗോയ്സ്, അപ്പൊ നമ്മളെ വ്ലോഗിന്റെ ഒരു